മുൻകാലങ്ങളിലൊക്കെ മലബാറിൽ കൊലപാതകങ്ങൾ മാർക്സിസ്റ്റുകാർ നടത്തിയാൽ അവർ തന്നെ പ്രതികളെ ഹാജരാക്കുകയും തെളിവില്ലാത്ത കേസുകളൊക്കെ കോടതികളിൽ നിന്ന് വെറുതെ വിടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം സംഭവിച്ചപ്പോൾ ശാസ്ത്രീയമായ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനവും മസിൽ പവർ ഉപയോഗിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒട്ടുമിക്ക പ്രതികൾക്കും കോടതി ശിക്ഷ വിധിക്കുകയും ഇന്ന് ആ ശിക്ഷ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരു സ്വന്തം സഹപ്രവർത്തകനെ കൊല്ലാൻ ആളുകളെ വിട്ട് 51 വെട്ടുവെട്ടി ഒരു പഴയ സഖാവിനെ കൊല്ലാൻ കാണിച്ച ക്രൂരത, അതിന് നിയമവ്യവസ്ഥയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി. ഇനിയെങ്കിലും കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിച്ച് ജനാധിപത്യത്തിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ തിരിക്കാൻ CPM തയ്യാറാവണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഏതായാലും TPയെ കൊന്ന കേസിൽ മാർക്സിസ്റ്റുകാരുടെ കയ്യിലുള്ള ചോരക്കറ അത് തീർച്ചയായിട്ടും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ജനങ്ങൾ ചർച്ച ചെയ്യും. കുറ്റം ചെയ്തവർക്ക് കോടതി മാത്രമല്ല ജനകീയ കോടതിയിലും അവർക്ക് ശിക്ഷ വിധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്ന ഗോവിന്ദൻ മാസ്റ്ററെ പ്രസ്താവന ഏറ്റവും തമാശയായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. അക്കാര്യത്തിൽ അന്ന് പോലീസിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണത്തിനാണ് പോലീസിനോട് ആവശ്യപ്പെട്ടത്. നിഷ്പക്ഷമായി തന്നെ അന്വേഷിച്ചുകൊണ്ടാണ് പോലീസ് ചാർജ് ഷീറ്റ് തയ്യാറാക്കിയത്. അതിന് ഹൈക്കോടതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ശക്തമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയ പ്രോസിക്യൂഷനെ അഭിനന്ദിക്കുകയാണ്. അവർ ചെയ്ത സേവനം എന്നും ജുഡീഷ്യറിയിൽ സ്മരിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല.